വിവാദങ്ങൾക്കും കേസിനുമെല്ലാം ഇടയിലും അല്ലു അർജുൻ നായകനായ പുഷ്പ 2 റെക്കോർഡുകൾ ഭേദിച്ച് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാർ. അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന രാംചരണിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗെയിം ചേഞ്ചറിന്റെ പ്രീ റിലീസ് ചടങ്ങിൽ മുഖ്യാതിഥികളിൽ ഒരാളായിരുന്നു സുകുമാർ. ചടങ്ങ് പുരോഗമിക്കുന്നതിനിടെ അവിടെ നടന്ന ചോദ്യോത്തരത്തിൽ ഏത് കാര്യത്തിൽ നിന്നാണ് വിട്ടുനിൽക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് സുകുമാർ രണ്ടാമതൊന്നും ആലോചിക്കാതെ സിനിമ എന്ന് മറുപടി പറഞ്ഞു. സംവിധായകന്റെ അരികിലിരുന്ന നടൻ രാംചരൺ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു സുകുമാറിന്റെ പ്രതികരണം. രാംചരൺ സുകുമാരിൽ നിന്ന് മൈക്ക് വാങ്ങി. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും നിങ്ങൾ ഒരിക്കലും സിനിമ ഉപേക്ഷിക്കരുതെന്നും പറഞ്ഞു. ഈ സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. നിരവധി പേരാണ് സുകുമാറിന്റെ വാക്കുകളിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയത്. തെലുങ്ക് സിനിമ നിങ്ങളെ മറക്കില്ലെന്നും മികച്ച സിനിമകൾ ചെയ്യാനാണ് നിങ്ങൾ ഇവിടെയുള്ളതെന്നും പ്രതികരണങ്ങൾ വന്നു. പുഷ്പ 3 ചെയ്യുന്നതിന് മുൻപ് സിനിമ വിട്ടുപോകരുതെന്നും പലരും അഭ്യർത്ഥിച്ചുകൊണ്ട് കമന്റുകൾ ഇടുന്നുണ്ട്. ഹൈദരാബാദിൽ യുവതിയുടെ മരണത്തിനിടയാക്കിയ പുഷ്പ 2 പ്രീമിയർ ദുരന്തം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കവെയാണ് സുകുമാറിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം പഴങ്കഥയാക്കി മുന്നേറുകയാണ് പുഷ്പ 2. ഡിസംബർ 5-ന് റിലീസ് ചെയ്ത ആക്ഷൻ ത്രില്ലർ ഇതിനകം 1200 കോടി കളക്ഷൻ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയിട്ടുമുണ്ട്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി പുഷ്പ 2 മാറി. ഇപ്പോൾ പുഷ്പ 2വുമായി ബന്ധപ്പെട്ട വിവാദവും കേസുമെല്ലാം സജീവ ചർച്ചയാണ്. ഡിസംബർ 4-ന് നടൻ അല്ലു അർജുൻ പുഷ്പ പ്രീമിയർ നടന്ന ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതിലുണ്ടായ അപ്രതീക്ഷിത തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചതാണ് കാരണം. ഇവരുടെ 9 വയസ്സുള്ള മകനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഡിസംബർ 13-ന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. നടനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിലായി മണിക്കൂറുകൾക്ക് ശേഷം അല്ലു അർജുന് 4 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. ഈ സംഭവം കത്തി നിൽക്കുമ്പോഴാണ് സംവിധായകന്റെ ഈ തുറന്നുപറച്ചൽ. എന്തായാലും സംവിധായകന്റെ ഈ തുറന്നുപറച്ചൽ ഞെട്ടലോടെയാണ് സിനിമാ ലോകം കാണുന്നത്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.